നല്ലൊരു ചെന്തെങ്ങില് തേങ്ങ വേണമെങ്കിൽ ഇവിടെ എത്തിപ്പറിക്ക. സുധേട്ടാ, നിങ്ങൾ ആരെയും വിട്ടിട്ടേ അങ്ങോട്ടേക്ക് പോകുന്ന ഓലയില്ല ലൈനിലേക്ക് പോണത്, അതൊന്ന് വെട്ടിപ്പിക്കണേ. നിങ്ങൾ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ അവന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്, അവനെല്ലാം മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെന്താ? എന്തൊക്കെ മനസ്സിലായാലും നമ്മളെ ഒഴിവാക്കാൻ തീരുമാനിച്ചില്ലേ, അത് നമ്മുടെ മനസ്സൊന്ന് പോവും. വേറെ ആരും അല്ലല്ലോ സുധേട്ടാ, നമ്മുടെ മക്കളല്ലേ. അവരെന്തോ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. നമ്മൾ അവരുടെ അടുത്ത് ഇതേവരെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അവർ ജീവിതത്തിൽ മറക്കൂ. ഇനി എന്തായാലും ആ പഴയമാതിരി ആവൂല. നമ്മളോട് ഇറങ്ങാനല്ലേ പറഞ്ഞു, നമ്മൾക്ക് ഇറങ്ങാം. നമ്മൾക്ക് വിലയിലെത്തോളം നമുക്ക് നിൽക്കണ്ട. എങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യം നിങ്ങൾ പറയുന്നത്? നമ്മുടെ വീട് വിറ്റ പൈസ കൊണ്ടല്ലേ ഇതവൻ വാങ്ങിച്ചത് അവന്റെ പേരില്. പിന്നെ ആകെ നമ്മൾക്കുള്ളത് ആ ഷോപ്പാ. ഇപ്പൊ അവൻ നമ്മൾ അറിയാണ്ട് അതും വിറ്റു. ആ പൈസ അവൻ എടുത്തു. പിന്നെ നിങ്ങളുടെ ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അതും എടുത്തു. ഇപ്പൊ നമ്മുടെ 5 പൈസ ഇല്ല. നമ്മൾ എങ്ങോട്ട് ഇറങ്ങാനാ? നിങ്ങൾ എന്താ സുധേട്ട വിചാരിച്ചത്? അച്ഛനമ്മമാർക്ക് ഒരുവിധം പ്രായമായി കഴിഞ്ഞാലേ പല വീടുകളിലും മക്കൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവരോട് പെരുമാറുന്നത്. അല്ലാണ്ട് ഒരുപാട് സ്നേഹത്തോടെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന എവിടെയെങ്കിലും ഉണ്ടാ? അത്യാവശ്യം ചില മക്കൾ ഉണ്ടാവും. അത് അച്ഛനമ്മമാർ അവരെ സ്നേഹിച്ച നന്ദിയുള്ള മക്കള്. ഇവിടം വിട്ട വേറെ നമുക്ക് പോകാൻ ഒരു ഇടവുമില്ല. അത് കാരണം മക്കൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നുണ്ടോ ഒന്നും നമ്മൾ നോക്കണ്ട. ഇപ്പൊ എങ്ങനെയാണോ കഴിഞ്ഞു പോകുന്നത് അതുപോലെ അങ്ങ് കഴിഞ്ഞു പോകുക. നിങ്ങൾ അധികം ഒന്ന് ആലോചിച്ച് വല്ല അസുഖം വരുത്തി വെക്കാൻ നിൽക്കണ്ട. എങ്ങനെയെങ്കിലൊക്കെ ജീവിത അവസാനം വരെ ഒന്ന് പിടിച്ചു നിൽക്കാന്നല്ലാണ്ട്. അതിനേക്കാളും ഭേദം വൃദ്ധസദനോ. വൃദ്ധസദനോ? അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോകാനാ? ആ, അങ്ങോട്ട് തന്നെ. നിനക്കറിയാലോ നമ്മൾ എങ്ങനെയാണ് വളർത്തിയെന്ന്. തൽക്കാലം നമുക്ക് അവിടെ നിൽക്കാം. നമുക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ നമുക്ക് എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം. അമ്മേ, ഒരു ഗ്ലാസ് ചായ എടുക്കണേ. നല്ല തലവേന ഉണ്ടമ്മേ, മധുരം കുറച്ചിട്ടേ കടുപ്പം കൂട്ടണേ. അമ്മ ഇവിടെ ഇല്ല. അച്ഛനും അമ്മയും കൂടിയിട്ട് ഇവിടുന്ന് പോയി. പോയിന്നോ? എവിടെ പോയി? അത് വൃദ്ധസദനത്തിലേക്ക്. വൃദ്ധസദനത്തിലേക്കോ? അതിന് അവരങ്ങോട്ട് പോയത്? നീ അവരെ പറഞ്ഞു വിട്ടതാ? ഞാൻ എന്തിനു പറഞ്ഞു വിടണം? അന്ന് നമ്മൾ അങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ? അതിൽ അച്ഛനമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. കുറച്ച് ദിവസമായിട്ട് എന്നോട് മിണ്ടുന്ന പോലും ഇല്ല. ഇന്ന് അച്ഛൻ വന്ന് പറഞ്ഞതാ, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്, നിങ്ങൾക്ക് ഒരു ശല്യമായിട്ട് ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. അവര് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അച്ഛൻ ആരോഗ്യം ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഉച്ചയായപ്പോ അവരിറങ്ങി. ഏട്ടൻ വന്നാ പറയാൻ പറഞ്ഞു. എന്നിട്ട് നീ എന്നെ വിളിച്ച് പറയാണ്ടിരുന്നത്? ഞാൻ അപ്പൊ തന്നെ ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചത് ഏട്ടനെ, പക്ഷെ ഏട്ടൻ ഫോൺ എടുത്തില്ല. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എത്ര മിസ്ഡ് കോൾ ഉണ്ടെന്ന്. ഓ, ഇന്നാണെങ്കിൽ എവിടെ ഇല്ലാത്ത തിരക്കായിരുന്നു. രാവിലെ മുതൽ ഫയൽ വർക്ക് മീറ്റിംഗ് ആയിട്ട് ഞാൻ ഫോൺ സൈലന്റ് ആക്കി വെച്ചതാ. എനിക്ക് മനസ്സിലാവില്ല ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന്. ഇതുവരെ നമ്മള് അച്ഛനമ്മയും വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് നടന്നു. അവരെ ഒഴിവാക്കാൻ നോക്കി. ഇപ്പൊ അവര് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു പോയി. ചായ എടുക്കട്ടെ? വേണ്ട, നീ പോയിക്കോ. മോനെ ചെക്കല് ഒപ്പിടണം പറഞ്ഞില്ലേ, അതുകൊണ്ട് എടുത്തോളാം. എനിക്ക് ഷോപ്പിൽ പോകാനല്ല, ഒപ്പിട്ട് തരാം.
മോനെ, നിനക്ക് വിശക്കുന്നില്ലടാ? നല്ല ചൂട് ദോശയും ചമ്മന്തി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കാൻ നോക്ക്. ഇത് മോനെ ടവല്. എന്താടാ വിഷമിച്ചിരിക്കുന്നത്? എന്തായാലും അമ്മനോട് പറയേ. അമ്മേ, അമ്മേ, അമ്മേ. നിങ്ങൾ എന്തേ കാണിച്ചോണ്ടിരിക്കുന്നത്? കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നല്ലോ. എപ്പോ നോക്കിയാലും അമ്മ അച്ഛൻ എന്ന് പറഞ്ഞോണ്ട് നടക്കുന്നത്. ഇവിടെ അമ്മേനെ കണ്ടു, അവിടെ അമ്മേനെ കണ്ടു, അച്ഛൻ വിളിച്ചു നോക്കെ. നിങ്ങൾ ശരിക്കും നോർമൽ ആണോ? അല്ലടി, ഞാൻ നോർമൽ അല്ല. നീ ഒറ്റ കാരണം ഞാൻ ഇങ്ങനെ ആയത്. ഞാൻ എന്ത് ചെയ്തുന്ന്? ഞാനാണ് അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടത്. വൃദ്ധസദനത്തിലേക്ക് അവരെ അയക്കാന്നുള്ള ഐഡിയ നിങ്ങളല്ല ആദ്യം കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ അവിടുന്ന് മാറി താമസിക്കുക, അവർ നാട്ടിൽ നിന്നോട്ടെ എന്ന് മാത്രല്ലേ. എന്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്നോട്ടെ എന്ന് പറയാനുള്ള കാരണം എന്താ? നിനക്ക് അവരുടെ നിന്ന് മാറി താമസിക്കാൻ വേണ്ടിട്ടല്ലേ? അതിന് ഞാൻ ആ വീട് വിൽക്കാൻ പറഞ്ഞു. അവിടെയുള്ള വീടും വിറ്റ് ആ പൈസ കൊണ്ട് ഇവിടെ വീട് എടുത്ത് നിങ്ങളുടെ ഐഡിയ അല്ലേ? അതൊക്കെ നിങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് മാത്രം സംഭവിച്ചതല്ലേ? അങ്ങനെ ഞാൻ സ്വാർത്ഥനായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരി നീയാ. അച്ഛൻ അമ്മ കുടുംബം എന്ന് പറഞ്ഞ് ജീവിച്ച ഒരാളാ ഞാൻ. അതിൻ്റെ ഉള്ളിൽ വിഷം കുത്തിച്ചത് നീയല്ലേ? അവരുടെ പേരിലാണ് വീട്, അത് എന്റെ പേരിലാക്കണം. നമ്മൾ അവിടെ ചെലവാക്കുന്ന പൈസ ഒക്കെ വേസ്റ്റ് ആയി പോകും. അത് അവർക്ക് കൊടുക്കാൻ പാടില്ല, മക്കൾക്കുള്ളതാണ്, നമുക്ക് സേവിങ്സ് വേണം. എന്തൊക്കെയാ നീ എന്നോട് പറഞ്ഞത്? അവസാനം ഞാനൊരു വെറുത്തു തുടങ്ങി. അവർക്ക് കൊടുക്കുന്ന ഓരോ രൂപയ്ക്ക് ഞാൻ കണക്ക് വെച്ചു. അതുകൊണ്ടല്ലേ അച്ഛൻ അമ്മേന്റെ പേരിലാണ് വീട് ഞാൻ വിറ്റു പൈസ എടുത്തത്. അച്ഛന്റെ പേരിലാണ് കടയും ആ കൂടെ അവർക്ക് കിട്ടുന്ന സമ്പാദ്യമാണ്, അത് ഞാൻ വിറ്റു. പിന്നെ അച്ഛന്റെ കയ്യിൽ നിന്ന് മുഴുവൻ പൈസയും വാങ്ങിയെടുത്തു. പോരാത്തന്നെ അവർ മുഖത്ത് നോക്കി പറഞ്ഞു, ഇനി വൃദ്ധസ്ഥാനത്ത് ചെന്ന് ജീവിച്ചോന്ന്. ഇതിനെല്ലാത്തിനും കാരണക്കാരി നീ മാത്രം. അതിനുള്ള ഉത്തരം നീ പറഞ്ഞേ പറ്റൂ. ഞാൻ എന്തുത്തരം പറയാനാ? നിങ്ങളുടെ അച്ഛനും നോക്കാൻ നിങ്ങളുടെ കടമ, അല്ലാണ്ട് എന്റെ അല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തിനാ കേൾക്കാൻ നിന്ന്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധി വിവരമൊന്നും ഇല്ല. നിങ്ങൾ എന്നെക്കാളും എത്രയോ മൂത്തതാ. 4-5 വയസ്സിന് ഇളയതല്ലേ ഞാൻ. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതും ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മേനോട് പറഞ്ഞതൊന്നും ഇവിടെ നിൽക്കാൻ. പക്ഷെ അതും കേൾക്കാണ്ട് അവർ ഇറങ്ങിപ്പോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആടി, എനിക്കറിയാം നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. നിനക്ക് എല്ലാരും ഉണ്ടല്ലോ നിന്റെ കൂടെ. എനിക്കിപ്പോ ആരുമില്ല, എന്റെ അച്ഛനും ഇല്ല, അമ്മയില്ല. എല്ലാരും എന്നെ വിട്ടുപോയി. എന്നെ കഷ്ടപ്പെട്ട് വളർത്തി എന്റെ അച്ഛനും അമ്മയും വൃദ്ധസ്ഥാനത്ത് കിടക്കുക. നിനക്കെന്താ വേണ്ടത്? ഈ വീട് ഞാനും നമ്മുടെ മക്കളും നീയും മാത്രം മതി. സമാധാനം നിനക്ക് പോ. എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചാടി. പാവം എന്റെ അമ്മ, അവർ രണ്ടുപേരെ ഞാൻ തള്ളി പറഞ്ഞു. എനിക്കിത് തന്നെ പറയണം. നീ പറയുന്നത് ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ഞാൻ നിന്റെ അച്ഛനും അമ്മേനെയും വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കാൻ പറഞ്ഞ നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചത് എന്റെ അച്ഛൻ. എന്നെ പൊന്നുപോലെ എന്റെ അമ്മ സ്നേഹിച്ചത്. ആ അമ്മേനെ അച്ഛനെ ഞാൻ തള്ളി പറഞ്ഞു. നിന്നെ ഞാൻ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. നിന്നോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അല്ല, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നേ? നിങ്ങളുടെ അച്ഛനും അമ്മനെ ഞാനാണ് വൃദ്ധസദനത്തിലാക്കിയെന്നാ? 10-35 വർഷം നിങ്ങൾ അവരുടെ കൂടെ തന്നെയാണല്ലോ ഇരുന്നത്. അപ്പൊ അവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? എനിക്ക് അവരെ കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത്. ഇനി എല്ലാ തെറ്റും എന്റെ തലയിൽ ഇടാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഞാനിവിടെ നിൽക്കുന്നില്ല, മക്കളെയും കൂട്ടുക ഞാൻ. കൊള്ളാം. അപ്പൊ ഇത്രേ ഉള്ളൂ നീ. എനിക്കൊരു പ്രശ്നം വന്നപ്പോ എന്നെ ഇവിടെ വിട്ട് നിനക്ക് നിന്റെ വീട്ടിൽ പോണം. എന്ത് നോട്ടത്? എടി,
എനിക്കൊരു തലവേദന വന്നിട്ട് പോലും എൻ്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അച്ഛനും അമ്മേനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കി. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും സ്വന്തം അച്ഛനും അമ്മയും ഉള്ളതുപോലെ ആവില്ല. എനിക്ക് ഇതന്നെ വരണം. നിങ്ങളെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സംഭവിച്ചാലൊക്കെ എനിക്കും സങ്കടമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? അച്ഛനും അമ്മേനെ തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നാലോ? അതിന് ഞാൻ ചെന്ന് വിളിച്ച അച്ഛനും അമ്മേന്റെ കൂടെ വരുമോ? വരും. നമ്മൾ ചെന്ന് കരഞ്ഞു വിളിച്ച് അവരെന്തായാലും വരും. അല്ലെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. മോൻ്റെയൊക്കെ നോട്ടം കാണുമ്പോ സത്യം പറഞ്ഞ എന്റെ ചങ്ക് പെടയും. നാളെ അവൻ നമ്മളോട് ഇത് തന്നെ ചെയ്യില്ലേ? എന്തൊക്കെ പറഞ്ഞാലും അച്ഛനമ്മ ഇവിടെ വിട്ടുപോവാൻ ഞാനും കൂടി കാരണക്കാരിയല്ലേ. നമ്മൾ നമ്മുടെ അച്ഛനും അമ്മനെയും എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അത് കണ്ടു വേണം നമ്മുടെ മക്കളും വളരും. അവരിവിടെ എല്ലായിടത്തും വേണം. മക്കളെ ശാസിക്കാനാണെങ്കിലും നമ്മളെ വഴക്ക് പറയാനാണെങ്കിലും നന്നാക്കാനാണെങ്കിലും എല്ലാം അവരും നമ്മുടെ കൂടെ തന്നെ വേണം. അത് കണ്ട് അവരുടെ സ്നേഹം അറിഞ്ഞൊക്കെ വേണം നമ്മുടെ മക്കളും വളരാൻ. അവരില്ലാത്ത വീട്ടില് സത്യം പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ തോന്നുന്നില്ല. കാല് പിടിച്ച് മാപ്പ് പറയാൻ ഞാൻ അച്ഛനമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അച്ഛ അമ്മേ വാ കേറ്. ഹേവസേ ഇനി അച്ഛനും അമ്മയും നമ്മളിവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ. വാ. മക്കള്